ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചോളകത്തിൻ്റെ പോള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പോള ഉപ്പിട്ടിട്ട് വേവിച്ച് ഉണക്കിയതാണ്. അപ്പോൾ ഇത് പൂക്കൊന്നുമില്ല കേട്ടോ, ഒരുപാട് വർഷം കേടുകൂടാതിരിക്കും. ഇത് കളർ മുക്കേണ്ടവർക്ക് കളർ മുക്കാം. ഞാനിതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഒരുപാട് വർഷം നിൽക്കും കേട്ടോ, കഴുകിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. പൊടിയായി കഴിഞ്ഞാൽ ഒരു വിഷമമില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ കാണാത്തവർ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. നമ്മളിന്ന് ചോളകത്തിൻ്റെ പോള വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഡാലിയ പോലത്തെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം, ഉപ്പിട്ടിട്ട്. എന്നിട്ട് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത് കേടുകൂടാതെ പൂക്കാതെ അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ ഈ സ്റ്റിപ്പായിട്ടുള്ളതൊരു മയത്തിൽ കിട്ടും. പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ചുറ്റി വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ. പിന്നെ ഗ്രീൻ ടാപ്പ് വേണം, ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഒരു ത്രെഡും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡാലിയ പോലെയുള്ള ഒരു വലിയൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുറച്ച് ആദ്യം ചെറിയ ചെറിയ ഇതളുകളായിട്ട് ഫസ്റ്റ് കൊടുക്കണം, പിന്നെ കുറച്ച് വലിയ ഇതളായിട്ട് കൊടുക്കണം കേട്ടോ. ഇതിനെ നമ്മളിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ ഒന്നിച്ച്. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ ഇതിലേതാ വലുത് ഏതാ ചെറുത് എന്നുള്ളത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം. കണ്ടോ, അപ്പോൾ നല്ലൊരു ഇതളിൻ്റെ രൂപമായി കേട്ടോ. അതുകൊണ്ടല്ലേ, ഇത് വാഷിയൊക്കെ ചെയ്യുക, എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവറുകളൊക്കെയാണ് ഞാൻ എക്സിബിഷന് കൊണ്ടുപോകാറ്. അപ്പം ഇനി ഇതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് ഉണ്ടാക്കിയാൽ. പിന്നെ കളറ് മുക്കേണ്ടവർക്ക് കളറ് മുക്കാം. അപ്പം ഇതെങ്ങനെയാണ് കറക്റ്റ് ഒരു എതളിൻ്റെ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, ശരിക്കും നല്ലൊരു എതളിൻ്റെ ഷേപ്പാട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വലിയ ഇതളും ചെറിയ ഇതളായിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ കുറച്ച് വീതി കൂടിയതൊക്കെ ഇങ്ങനെ ഒന്ന് ചീന്തി എടുക്കുക, കൂട്ടി പിടിക്കുക. ഇവിടെ എത്തുന്ന സമയത്ത് ഒന്ന് വയ്ക്കുക. ഇതൊന്നും ഒരിക്കലും നാശമായി പോവില്ല കേട്ടോ. ഈ ഫ്ലവറൊക്കെ അങ്ങനെ ഇരിക്കും. നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ കളർ എങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ മുന്നത്തെ ഓരോ വീഡിയോയിൽ കൊടുത്തിരുന്നു. ഇങ്ങനെ കുറച്ച് വലിയ ഇതുള്ള ഇങ്ങനെ കണ്ടോ, കുറച്ച് വലുതൊക്കെ കിട്ടുന്ന ഒന്നിങ്ങനെ ചീന്തിയെടുക്കുക. എന്നിട്ട് വലുത് വരുന്നതൊക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുക. ചെറുത് വരുന്നതൊക്കെ ഫസ്റ്റിൽ കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എത്ര വലുപ്പത്തിൽ കിട്ടുവെച്ചാൽ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ലാസ്റ്റ് കൊണ്ട് ചെറുത് കിട്ടുന്നതൊക്കെ വെച്ച് കൊടുത്താൽ, വെക്കുമ്പോൾ ഫസ്റ്റൊക്കെ ചെറുത് വെക്കണം, ലാസ്റ്റ് എത്തുന്ന സമയത്തൊക്കെ വലുത് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് എല്ലാ ഇതളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ കുറച്ച് പൊട്ടിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് വലിയതെല്ലാം ചെറിയതെല്ലാമായിട്ട് വേഗം നമുക്കിതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന സമയത്ത് മനസ്സിലാവാൻ തരത്തിൽ ചെറുതായിട്ട് ഉണ്ടാക്കുകയാണ്. സാവധാനം ഉണ്ടാക്കി കാണിച്ചു തരാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയാണത്. ലാസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ നീളമുള്ള തുമ്പ് ഒന്ന് ചീന്തി കൊടുക്കണം, അല്ല കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് വലിയതെല്ലാം ചെറിയതെല്ലാമായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ചോളമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ ഈ സീസണാണല്ലോ. അപ്പോൾ എനിക്കൊക്കെ ഇവിടെ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് പോളയൊക്കെ പൊളിച്ചത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചോളകത്തിൻ്റെ പോളയൊക്കെ എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണക്കി നമ്മൾ നല്ലോണം വേവിച്ച് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത്
പിന്നെ പാളയാണെങ്കിൽ നമ്മൾ ആ കിട്ടുന്ന വേനൽക്കാലം ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മളെല്ലാം കൊണ്ടുവന്ന് പൊളിച്ച് ഉണക്കിയിട്ട് എടുത്തു വയ്ക്കണം. നന്നായി ഉണക്കിയിട്ടില്ലെങ്കിൽ അത് പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു സൗണ്ടായിരിക്കും നമ്മളത് ഉണങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ വാരുമ്പോൾ ഉണ്ടാവില്ല ഉണങ്ങിയ ഒരു ഇലയുടെയൊക്കെ ഒരു സൗണ്ട്, അതേപോലെ ഒരു ഉണങ്ങിയ സൗണ്ട് വരുന്ന വരെ നമ്മൾ ഉണക്കണം. ഈ ചോളകത്തിൻ്റെ പോള വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ ഇതളൊക്കെ കൊടുത്തിട്ട് പല മോഡലിൽ തന്നെ നല്ല നല്ല ഫ്ലവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. പിന്നൊക്കെ കുറേ നമ്മൾ ഐഡിയ പോലെ കുറേ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പാളയിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഉണക്കിയിട്ട് എടുത്ത് വെച്ചാൽ പിറ്റത്തെ വർഷം മഴക്കാലം കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം ആവുന്നവരെ കെട്ടായിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് കെട്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് പൂപ്പൽ വരില്ല കേട്ടോ. നമ്മൾ ഉണക്കം പകുതിയായി കഴിഞ്ഞ് നല്ല ഉണങ്ങുന്നതിൻ്റെ മുന്നേ എടുത്ത് വെച്ചുകൊണ്ടാണ് പൂപ്പൽ വരുന്നത്. പല ആൾക്കാരും ചോദിച്ചിരുന്നു എന്തെങ്ങനെ പൂപ്പൽ വരുന്നതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ പൂപ്പൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കെട്ടൽ കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് തലപ്പ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കെട്ടാനുള്ള വലുപ്പം മാത്രം മതി കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഈ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കാൻ എത്രയും പെട്ടെന്ന് നല്ലതാട്ടോ. അപ്പോൾ വലുതും ചെറുതായിട്ട് നമ്മളൊരു 3-4 തരം ഐറ്റത്തിൽ ഇവിടെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുത് ഫസ്റ്റ്, അങ്ങനെ പിന്നെ രണ്ടാമത്, അങ്ങനെ ആക്കിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ടൊന്ന് ഫ്ലവർ സെറ്റ് ചെയ്ത് നോക്കാം, ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് വേസ്റ്റ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് പീസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ കുറച്ച് കട്ടിയിൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് നമ്മളതൊന്ന് കെട്ടിക്കൊടുക്കാം. മുറുക്കി കെട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു മുട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ ഇവിടെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിച്ച് ചുറ്റണം. ഇത് നൂല് നമ്പർ 10 എന്ന് പറഞ്ഞിട്ടുള്ള നൂലാട്ടോ. അപ്പോൾ നല്ല കട്ടി കൂടിയതാണ്. നമുക്ക് എത്ര വലിച്ച് വേണമെങ്കിൽ ചുറ്റിയാലും അത്ര പെട്ടെന്ന് പൊട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെറിയ ഇതൾ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. അതിന് മുന്നേ ഇത് കുറച്ച് കട്ടി കൂടുതൽ തോന്നാതിരിക്കാൻ ഈ അടിയിലത്തെയൊക്കെ മുറുക്കി വലിച്ച് കെട്ടണമല്ലോ, അതിന് വേണ്ടി അടിയിൽ കുറച്ച് കൂടുതൽ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഈ ഫസ്റ്റിൽ ചെറിയ ചെറിയ ഇതളൊക്കെ വെച്ചിട്ട് വലിച്ചൊന്ന് ചുറ്റി കൊടുക്കുക. 4 പുറത്തും ചെറിയ ഇതളുകൾ ഇങ്ങനെ ഈ ഇതൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് എല്ലാ ചെറുതും 4 പുറം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഇതിലൊക്കെ 4 പുറത്തും വെച്ച് കൊടുത്തു. വലിച്ച് ചുറ്റി കൊടുക്കണേ. ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിൽ ഒന്ന് വെച്ച് കൊടുക്കാം. തൊട്ട് വലുത് ഇതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. ഇതും ഒന്ന് റൗണ്ടിൽ വെച്ചിട്ട് വരിക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇനിയിപ്പോൾ കഴുകി കഴിഞ്ഞാലും ഒന്നും ആയിപ്പോവില്ല. ഇപ്പോൾ കുറച്ച് വലിയ ഇതിലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കെട്ടുന്ന സമയത്ത് ഒരു നല്ല ബലത്തിൽ തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് മുറുക്കി കെട്ടാൻ പറ്റും. അത് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി കളറൊന്നും കൊടുക്കാണ്ട് ഇതിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. കൊടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ശരിക്കും ഇതിൻ്റെ കളറ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്.
ഈ ഒറിജിനൽ കളറിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇനി കുറച്ച് വലുത് വയ്ക്കുന്നുണ്ട്. ഗ്യാപ്പ് നോക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ചാണ് തോന്നുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ട് കുറച്ച് വലുത് ഇടയിൽ ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട്. വലിച്ച് ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഒന്നുള്ളത് ഇവിടെയും വെച്ച് കൊടുക്കുക. ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടി കൊടുക്കണം. കെട്ടിട്ട് കൊടുക്കുക. ഇനി കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. 4 പുറം തേച്ച് കൊടുക്കുക. പെട്ടെന്ന് വിട്ടുപോകാതിരിക്കാൻ. പിന്നെ ഗ്രീൻ ടൈപ്പ് ഒന്ന് ചുറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഗ്രീൻ ടാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ മെറൂൺ ടാപ്പ് ചുറ്റി കൊടുത്താലും മതി. ബ്രൗൺ ഷെയ്ഡിലുള്ളത് അത് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. ബ്രൗണ് ചുറ്റിയാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ കാണാത്ത ചുറ്റിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാത്ത ഭാഗത്ത് നമ്മളിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി അതിന് മുകളിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ ഒറ്റൊരു ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഇത് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് ഒന്നും കൂടി പശ തേച്ച് കൊടുക്കുക. അപ്പോൾ കവറാവാത്ത സ്ഥലത്ത് നമ്മൾ ഫുള്ളായിട്ട് ഒന്നും കൂടി പശ തേച്ചിട്ട് ഒന്ന് ചുറ്റി കൊണ്ടുവരിക. ഫസ്റ്റത്തേൽ തന്നെ ഫുള്ളായിട്ട് കവറാവില്ല, കാരണം ഇത് കട്ടി കൂടുതലാണ്. അത് കാരണം കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ ഒട്ടിക്കോളും. അപ്പം നമ്മളുണ്ടാക്കിയ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോളകത്തിൻ്റെ പോള വെച്ചിട്ട് 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ അറിയോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഒറിജിനൽ കളറായിട്ട് ഇരിക്കാനാണ് എനിക്കിത് ഭംഗി തോന്നുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.